ഇതെന്നാ പൈപ്പ് വീണ്ടും പൊട്ടിയോ? ആഹാ, അപ്പച്ചനാർന്നോ? ഇതിന് മാത്രം കഴുകി വൃത്തിയാക്കാൻ എന്നാ ഇരിക്കണു? നാളെ രാവിലെ വീണ്ടും മണ്ണിനകത്തിട്ട് കളയ്ക്കാനുള്ളതല്ലേ, അല്ല മുതുകി എറിയാനൊന്നും അല്ലല്ലോ. പണിയായുധങ്ങൾ അന്നന്ന് നല്ലപോലെ കഴുകി വെച്ചാലേ അതെടുത്ത് പിറ്റേ ദിവസം പണിയാൻ തോന്നും. ഓ, ഇങ്ങനെ വൃത്തിയാക്കാൻ നോക്കിയാൽ നാളെ നേരം വെളുക്കുമ്പോൾ അതിന്റെ പിടി മാത്രമേ കൈ കാണുള്ളൂ. നീ ഏതായാലും ഈ പച്ചക്കറി സാധനങ്ങൾ എടുത്തേ അകത്ത് കൊണ്ടുപോയി അവളോട് സാമ്പാർ വയ്ക്കാൻ പറ. ആ, ഇത് കുറെ ഉണ്ടല്ലോ. ഇതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയൽക്കാരെ അങ്ങോട്ട് ഉണ്ണാൻ വിളിക്കാം. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എടാ, ഉണങ്ങി കരിഞ്ഞു കയറുന്ന ഈ സ്ഥലം മുഴുവൻ വെട്ടിത്തെളിച്ചേ ഞാൻ ഇത്രയും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയില്ലേ. ആകപ്പാടെ കോണം പോലെ ഈ കിടക്കുന്ന സ്ഥലമല്ലേ ഉള്ളൂ, 4 സെന്റ് സ്ഥലം. നീ ആ കറിയായുടെ മോൻ്റെ വീട്ടിൽ പിന്നാമ്പറം ഒന്ന് ചെന്ന് നോക്കിക്കേ, എന്താ അവിടെ കൃഷി. ഞാനിപ്പോൾ ആരുടെയും നോക്കാൻ പോണില്ല, എനിക്കുള്ളതൊക്കെ നോക്കിയേക്കൊണ്ടിരുന്നോളാം. അല്ല, സ്ഥലക്കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആ കരിഞ്ഞ് നിൽക്കുന്ന ഗ്രേപ്സ് അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് അത്രേ ഭാഗത്തോടെ കൃഷി ചെയ്യാൻ. ഓ, അത് വെട്ടിക്കളയാനോ? എടാ, അതിൽ ഇലയേക്കാൾ കൂടുതൽ മുന്തിരിയാ. അത് പഴുത്തിട്ട് വേണം എനിക്ക് അത് വെച്ച് ഒരു വൈൻ ഉണ്ടാക്കാൻ. എന്നിട്ട് വേണം ആ എംബ്രാന്തിരിയെ വിളിച്ച് ഒരു ഗ്ലാസ് കൊടുക്കാൻ. മുന്തിയ വൈൻ എന്താണെന്ന് അവനൊന്നും അറിയട്ടെ. Welcome to Blimbis. How? Hello? Oh, I sorry. This is in a Blimbis. This is the Hello? Hello? ആരാണ് വിളിച്ചത്? അതേതോ ഫോൺ മാർക്കറ്റിംഗാ. നമ്മുടെ പണി നമുക്കിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക അല്ലേടാ. അത് കൊള്ളാം, കടുവായെ പിടിച്ച കിടുവാന്ന് പറഞ്ഞ പോലെ. ആ, ആയിക്കോട്ടെ. എടാ ഗിരിഗിരി, ആ ക്യാൻഡി കഴിഞ്ഞ ആഴ്ച കുറേ നമ്പറുകളൊക്കെ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ അത് പിന്നെ വിളിക്കാൻ പറഞ്ഞാൽ അവർ ഉഴപ്പിയതാ. നീ ഒരു കാര്യം ചെയ്യ്, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഒന്നോടെ ഒന്നങ്ങ് വിളിച്ച്. അതെ, ഇത് ഒന്നോടെ. Hello? This is the Tekamudil Insurance. One of my assistant call you. He say call back. No English? Oh, you Spanish? Hola, ¿cómo estás? Muy bien. Me llamo Gregory. ¿Tú comprendes insurance? കലക്കിടാ, സത്യത്തിൽ ആ പുല്ല് വെട്ടാൻ തന്നെ മെക്സിക്കൻ പറയുന്ന പോലെ എന്നാ കാച്ചാടാ നീ കാച്ചത്. അല്ലെ, നീ സ്പാനിഷ് എവിടെ നിന്ന് പഠിച്ചു? അത് പിന്നെ ചേട്ടായി, ഞാൻ ബ്ലിംബി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം മെക്സിക്കക്കാരാ. അവരെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നോക്കിയതാ. അവരെന്തോ പഠിക്കുന്നു, അത് അവസാനം സഖിയായിട്ട് ഞാൻ തന്നെ അങ്ങ് സ്പാനിഷ് പഠിച്ചു. അതേതായാലും നന്നായി, നിന്റെ ഇംഗ്ലീഷ് അവരെ പഠിപ്പിക്കാത്തത്. എടാ, ഞാൻ ചുമ്മാ പറഞ്ഞാ, നീ പിണങ്ങൊന്നും വേണ്ട. ദേ, ഇപ്പം നിനക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഈ പഠിച്ചതൊന്നും പാഴാകി പോകലെന്ന് കാരണവന്മാർ പറയണ എത്ര ശരിയാ. അന്ന് നീ സ്പാനിഷ് പഠിച്ചുകൊണ്ട് ഇപ്പം നിനക്കൊരു പോളിസി ഒത്തില്ലേ? അത് പിന്നെ ചേട്ടായി, ഇവന്മാരെ കൊണ്ട് പോളിസി പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഇവന്മാർക്ക് അധികം പേർക്കും ഈ ഇൻഷുറൻസ് ഒന്നും കാണത്തില്ല. ഇവന്മാർ മുഴുവൻ ഇല്ലീഗൽ അല്ലേ. അതുകൊണ്ട് ഇവന്മാരുടെ ഇടയിലൊന്നും ഈ ഇൻഷുറൻസ് ഏജൻ്റ് ഒന്നും ഇല്ല. എനിക്ക് എത്ര ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നറിയാവോ? ഒരു കാലോസ്, 3 ഹുസേ, ഒരു മാരിയോ. മതി, അത്രയും മതി. ഇവർക്ക് വീട്ടുകാരും കാണുമല്ലോ. എടാ, ഏതായാലും നീ ഇങ്ങടെ വന്ന സ്ഥിതിക്ക് നമുക്കിനി ബിസിനസ്സൊക്കെ ഒന്ന് ശരിക്ക് ഉഷാറാക്കണം. കുറേ സ്പാനിഷുകാരെ നീ തന്നെ ഒന്ന് ചാക്കിടണം. നീ അതവിടെ വെയ്, നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ബൊഫേ കഴിക്കാനുള്ളതാ. ഇത് മുഴുവൻ തിന്നാൽ പിന്നെ നിനക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ? എടാ, അതുകൊണ്ടല്ലേ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതിരിക്കുന്നത്. വാ, പോണ വഴിക്ക് നമുക്ക് അപ്പച്ചനെ കൂടെ കൂട്ടാം. പുള്ളി പച്ചവെള്ളം പോലും കഴിക്കാതെ രാവിലെ മുതൽ പറമ്പിൽ കള തുടങ്ങിയതാ. പുള്ളി മുതലായിക്കോളും, നല്ല വിശപ്പ്. എടാ ഗിരിഗിരി, നിനക്ക് ഈ സ്പാനിഷ് പറയുമ്പോൾ യാതൊരു വിക്കും ഇല്ലോടാ, അതെന്നാടാ? അതോ ചേട്ടാ, ഞാനും ആലോചിക്കുന്നത്. സത്യത്തിൽ ഞാൻ വല്ലോ സ്പെയിനിലോ ജനിക്കണ്ടായിരുന്നു. ഓ, അതേതായാലും നന്നായി. അങ്ങനെ സംഭവിച്ചു വരുന്നെങ്കിൽ ഇന്ത്യക്ക് അതൊരു തീരാ നഷ്ടമായി പോയനെ. വാടാ, ഞാൻ ചുമ്മാ പറഞ്ഞാലേ, നമുക്ക് അപ്പച്ചനെ എന്നെ എടുക്കണമെന്ന് നോക്കാം. സത്യത്തിൽ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഒത്തിരി കാലമായി. അല്ല, ആ കരിഞ്ഞു കിടന്ന ഗ്രേപ്സ് ഒക്കെ ഇത്രയും ഭംഗിയായിട്ട് വളർത്തിയെടുത്ത് എങ്ങനെയാ അപ്പച്ചൻ? ഇവിടെ ഞാൻ എപ്പോഴും വരാടുത്ത് ഈ കാട്ടിൽ വന്നല്ലേ മൂത്രം ഒഴിക്കാറുള്ളത്. ഇവിടെ ഗ്രേപ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? നല്ല ഉഗ്രൻ ഗ്രേപ്സ്. കണ്ണു വെക്കാതെടാ.
ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് നീ കണ്ണു വയ്ക്കാൻ പോകുന്നു. അവൻ നല്ല ഉഗ്രം ഗ്രേപ്സ് എന്നല്ലേ പറഞ്ഞുള്ളൂ. അതെങ്ങനെയാ കണ്ണ് കിട്ടാറന്നെ? അപ്പച്ചന് ഈയുടെ തോന്നിവാസം പറഞ്ഞിട്ട് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അത് കണ്ണ് കിട്ടിയതൊന്നും അല്ല എൻ്റെ അപ്പച്ച. മുന്തിരി ഈ മുഴുപ്പായാൽ അത് സാധാരണ അടർന്ന് വീഴും. അതെങ്ങനെയാ ഇന്നലെ കൊലയിൽ കിടന്ന മുന്തിരി ഇന്ന് കാലത്ത് താഴെ വീഴുന്നത്? ആ കൊള്ളരാത്തവൻ ആ കൊലയിൽ പിടിച്ച് അവൻ്റെ കരിനാക്കൊണ്ട് പറഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു അത് താഴെ വീഴുമെന്ന്. അത് കരുനാക്കൊന്നും അല്ല, ഇനിയും കിടപ്പുണ്ടല്ലോ ഇഷ്ടം പോലെ ആ വള്ളിയിൽ. ഇനി നിന്റെ കരിനാക്ക് കൂടെ പറഞ്ഞിട്ട് വേണം ആ ഉള്ള മുന്തിരി കൂടെ താഴെ വീഴാൻ. ഏതായാലും ഇത് കളയണ്ട. ഇതുകൊണ്ട് നമുക്കൊരു പരിപാടിയുണ്ട്. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇരിപ്പുണ്ടോ? എന്നാലേ അതെല്ലാം കൂട്ടിച്ചേർത്ത് ഞാൻ ഇതും കൊണ്ട് ഒരു അച്ചാറുണ്ടാക്കുന്നൊരു പരിപാടിയുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ചേട്ടാ ഇത് മുഴുവൻ ഇംഗ്ലീഷ് ആണല്ലോ, ഇവത്തെ സ്പാനിഷ് ഒന്നുമില്ലേ? എടാ അതിൻ്റെ രണ്ടാമത്തെ പേജ് മറിച്ച് നോക്ക്, അതേ കാണും. അതെ, സ്പഞ്ഞോൾ. കൊച്ചുഞ്ഞേ, നിന്റെ പഴയ ഷർട്ട് വലിയ ഇരിപ്പുണ്ടോടാ? എന്നാത്തിനാ? അപ്പച്ചന് ഇടാനാണോ? എനിക്കൊരു കോലം ഉണ്ടാക്കാനാ. എൻ്റെ കൃഷിക്ക് ചില കരിങ്കണ്ണന്മാരുടെ കണ്ണ് കിട്ടാതിരിക്കാനാ. ആ മുകളിലൊരു ആറ്റിക്കൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, അതിനകത്ത് കുറേ പഴയ ഷർട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ എടുത്തോ. നീ അതൊന്നും കാര്യമാക്കണ്ട, നമുക്കിത് വിറ്റ് ചെയ്യാം. You have reached Thekamotil Insurance Corporation. We are satisfaction guaranteed and definitely. For English, you press 1. For Malayalam, you ഞെക്ക് 2. ഫോർ സ്പഞ്ഞോൾ ഈ പ്രസ് 3. പോരെ മതിയല്ലോ അല്ലേ? ഞെക്ക് നിർത്ത. എടാ ഗിരിഗിരി, 3-4 മാസമായിട്ടുണ്ടല്ലോ വെറുതെ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കുക. അതന്നെ ചേട്ടാ, 3-4 മാസമായിട്ട് അച്ചാറിന്റെ പണിയായിരുന്നു. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇൻഷുറൻസ് ഫീൽഡൊക്കെ വളരെ മോശം. ചേട്ടാ അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട. ഞാനെന്ന് പറഞ്ഞാൽ മെക്സിക്കൻ പിള്ളേരില്ലേ, അവരിങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കൊരു 5-6 പോളിസി അവരെ കൊണ്ട് പിടിപ്പിക്കാം. നീ എന്തിനാ ഇവിടെ ഇരിക്കണം? നീ ആ മുകളിലേക്ക് കയറിയിരുന്നോ? വെയിൽ കൊണ്ട് കറുത്ത് പോടാ, കയറിയിരുന്നോ. ഇതന്നെ അമരത്ത് KPS എഴുതിയിരിക്കുന്ന പോലെ. സാറേ, ഇതിപ്പോൾ അപ്പച്ചൻ്റെ ഒരു ഹോബിയാണ്. അടർന്നു വീഴുന്ന മുന്തിരിങ്ങ എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് അത് വെച്ച് അച്ചാറുണ്ടാക്കലാ ഇപ്പം അപ്പച്ചൻ്റെ പണി. ആഹാ, മുന്തിരി കൊണ്ട് അച്ചാർ ഇടാവോ? ബെസ്റ്റ്. സാറ് അപ്പച്ചൻ്റെ അച്ചാറൊന്ന് കഴിച്ചു നോക്കണം. അത് വെച്ച് 2 പ്ലേറ്റ് ചോറുണ്ടാ. അപ്പടിയാ? അച്ചാർ എന്നോട് വീക്ക്നെസ് ആക്കും. തൈരും അച്ചാറും ഇത് 2 അല്ല 4 പ്ലേറ്റ് സാപ്പിടலாம். ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പച്ചനെ വിളിക്കാം. അപ്പച്ചോ അപ്പച്ചനെ ഇങ്ങോട്ട് വരാറത്തെ അച്ചാറൊന്നും എടുത്തോണ്ട് പറഞ്ഞേ. നിങ്ങൾ നേരത്തെ തുടങ്ങിയോ? അപ്പച്ചൻ എന്നാ തുടങ്ങിയോന്നാ ചോദിച്ചേ? ഞങ്ങൾ ഈ സാറിന് ഒരു ശകല അച്ചാർ കൊണ്ടുവരാനാ പറഞ്ഞത്. പുള്ളിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനാ അപ്പച്ചൻ്റെ അച്ചാർ. അത് ശരി. അപ്പം ഞാൻ ഈ ഗ്ലാസ് കഴുകി കൊണ്ടുവന്ന് വെറുതെ ആയിപ്പോയി. സൂപ്പർ, പ്രമാദം. ഇതുമാതിരി ഒരു അച്ചാർ കഴിച്ച് ரொம்ப നാളാ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? ഞാൻ അപ്പച്ചനോട് പറയായിരുന്നു ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടു കിടക്കാൻ. നമ്മുടെ ഈ ബ്ലിംബീസൊക്കെ ഇതുപോലെ ഒരു തട്ടുകട കണക്കങ്ങ് തുടങ്ങിയതല്ലേ? കറക്റ്റ്. ഇതുപോലെ റെസിപ്പി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ എത്ര പേരെ മില്യണേഴ്സ് ആയിരിക്കുന്നത്. ഈ KFC, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഇതെല്ലാം തന്നെ ഇങ്ങനെയല്ലേ വന്നത്. നമുക്ക് അങ്ങോട്ട് ഫ്രാഞ്ചൈസ് പോലെ അങ്ങ് തുടങ്ങിയാൽ മതി. എല്ലാരും എന്നോட കൈ ரொம்ப ഐശ്വര്യമുള്ള കൈയാക്കുന്നവൻ ചൊല്ലാ. അപ്പച്ചനെ ഒരു കാര്യം ചെയ്യും, ഇതങ്ങ് പിടിക്കും. ഒന്നും പറയല്ലേ, ഇതങ്ങ് പിടിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതങ്ങ് ഞാൻ എടുക്കുക. എടാ, നിന്റെ ആ സ്പാനിഷ് കൂട്ടുകാരെ കണ്ടില്ലല്ലോ, ഇനി അവർ മറന്നു പോയോ? ചേട്ടാ വിഷമിക്കണ്ട, അവർ വരും. ഞാൻ ആ 2 ഹുസൈനെയും കാർലോസിനെയും ഇന്നലെ കണ്ടതാ. പിന്നെ അവർക്ക് ബിയർ അടിക്കാൻ കിട്ടുന്ന ആകെയുള്ള സൺഡേ അല്ലേ, അവർ വരും. പിന്നെ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് അവന്മാർ അവിടുന്ന് ഇത്ര ദൂരം വരുന്നത്. അല്ല, ഈ ഇംഗ്ലീഷ് അറിയാൻ മേലാത്തവർ വരുമ്പം ഞാൻ ചുമ്മാ മിശുക്കിട്ടിയാന്ന് അവരുടെ അടുത്ത് ഇരിക്കണ്ടേ? എന്നതാ അവരോടൊന്ന് സംസാരിക്കണേ? അത് പിന്നെ ചേട്ടായി ഒന്നും പറയണ്ട. ചേട്ടായി ചുമ്മാതെ ഇവിടെ ഇരുന്ന് തന്നാൽ മതി. എന്നാലും നീ 2-3 സ്പാനിഷ് വാക്ക് എന്നെ പഠിപ്പില്ലേ, ഞാൻ അവരോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? ഈ ഹൗ ആർ യു എന്ന് ചോദിക്കണേ എങ്ങനെയാ? ഹൗ ആർ യു? കൊമസ്താസ്. കൊമസ്താസ്. പിന്നെ അപ്പം യെസ്സിനോ? യെസ്സിന് സി. അപ്പം നോക്കി എന്നതാടാ പറയാ? എൻ്റെ അപ്പച്ച, നോയ്ക്ക് എല്ലാ ഭാഷയിലും നോന്ന് തന്നെയല്ലേ. പിന്നെ അമീഗോ,
ഫ്രണ്ട്. അമീഗോ എന്ന് പറഞ്ഞ ഫ്രണ്ട്. അപ്പൊ ബാക്കിന് എന്നതാടാ പറയാ? ബാക്കിന് ചന്ദീഗോ. ഞാൻ പറഞ്ഞോടെ മിണ്ടായിരിക്കാൻ. അപ്പച്ചൻ എന്തിനാ ഈ ഭാഷയൊക്കെ പഠിക്കണേ? ഹാ, ഒരു ഭാഷ അറിഞ്ഞിരിക്കുന്ന ഏതായാലും നല്ലതല്ലോടാ. പിന്നെ അയ്മനത്ത് ചെല്ലുമ്പോൾ ആ കവല ചെന്ന് പ്രസംഗിക്കാനാ? നീ പറ. ഫ്രണ്ടിന് അമീഗോ. ആ എടാ, ഒരു 2-3 പേര് വന്നിട്ടുണ്ട്. നിന്റെ സുഹൃത്തുക്കളായിരിക്കും, ഒന്ന് നോക്കിയേ. ഹേ അമീഗോ ബെങ്കാക്കി. അപ്പച്ചൻ എന്തിനാ അവർക്ക് പിക്കിൾ വയ്ക്കാൻ പോയത്? നല്ല കാര്യമായി. എടാ, അവരിവിടെ 1.5 മണിക്കൂർ ഇരുന്ന് വാച കഴിച്ച് ആ ബിസ്ക്കറ്റും കഴിച്ചു ചായയും കഴിച്ച് പോയതല്ലാതെ വല്ല ഗുണമുണ്ടായോ? ഞാൻ ആ പിക്കിളും കുപ്പി എടുത്തുകൊണ്ട് വന്ന് അമീഗോ പിക്കിൾ പിക്കിൾ എന്ന് പറയും 4 കുപ്പി പിക്കിളും വാങ്ങിച്ചു. ഇത് കണ്ടോ കാശ്? എന്തായാലും അപ്പച്ചൻ്റെ ഈ അച്ചാർ അവർക്ക് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. ഈ മെക്സിക്കക്കാർക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. 4 കുപ്പിയല്ലേ വാങ്ങിച്ച്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ പന്തിൽ കിടക്കുന്ന മുന്തിരിയെല്ലാം തട്ടി താഴെയിട്. ഞാനതെല്ലാം പറക്കി പിക്കിളാക്കാം, അവിടെ കാശുണ്ടാക്കാം. എന്റെ അപ്പച്ച, നാട്ടിലെ പോലെ ആഹാര സാധനങ്ങൾ ചുമ്മാ നമുക്ക് ഇവിടെ വിൽക്കാൻ ഒക്കെയേല. മനസ്സിലായോ? ഇത് മേടിച്ചോണ്ട് പോകുന്നവന്റെ വില വയറു കളയെങ്കിൽ അവൻ നമുക്കെതിരെ സൂ ചെയ്യും. ഇതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുക. അങ്ങനെ വന്നാൽ വീടും കൂടി ഉപേക്ഷിച്ച് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും, അറിയാവോ? വല്ലോനും വയറളിയാൻ നമ്മൾ എന്തിനാടാ വിളിക്കിറങ്ങുന്നേ? അപ്പച്ചൻ്റെ പിക്കിള് അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പച്ചൻ്റെ പിക്കിളിൻ്റെ 2 ഓർഡർ ആ ഇന്ത്യൻ കടയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ മുന്തിരി അച്ചാർ ഈ അമേരിക്ക മാത്രമേ ഉള്ളൂ കിട്ടത്തുള്ളൂ, വേറെ ഈ ഇന്ത്യയിലൊന്നും കിട്ടത്തില്ല. ഓഹോ, അപ്പച്ച, എന്താടാ ആ അടുക്കളയിൽ ഇരുന്ന മുന്തിരിക്കൊല കണ്ടോ? ഏത് മുന്തിരി? ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന പ്ലാസ്റ്റിക്കിന്റെ മുന്തിരി. അത് കാണാഞ്ഞിട്ട് റിൻസി അവിടെ കിടന്ന് ബഹളം വെക്കുക. പ്ലാസ്റ്റിക്കിന്റെ മുന്തിരിയോ? അയ്യോ, അത് പ്ലാസ്റ്റിക് ആയിരുന്നോ? അപ്പച്ചൻ അതെടുത്ത് അച്ചാറിട്ടോ. Excuse me, യെസ്, മേ ഐ ഹെൽപ്പ് യു? are you the one selling this? നോ വൈ? Well, someone had given it to me and I was wondering where it came from. മൈ ഫാദർ അപ്പച്ചൻ മെയ്ഡ് കപ്പിൾ ഓഫ് ബോട്ടിൽ. ഹി സോൾഡ് മൈ ഫ്രണ്ട്. നോ മോർ ഹിയർ. ബാലൻസ് വി ത്രോ ഗാർബേജ്. That's too bad. I love this stuff. I was wondering where I could get some more. You love it? Really? We selling it? യു സീരിയസ്? Yeah,